എന്നുള്ള കൃതിയ എന്തിന്റെ പേരിൽ എഴുതിയതാ? കുമാരനാശാന്റെ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചൊരയാൽ ചോപ്പേഴും ഏറെ നാട്ടിൽ അമ്മമാരിലെ സഹോദരിമാരിലെ ഈ മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ എന്ന് എഴുതിയത് കുമാരനാശാനാ. അതിന് ബാക്കിയുണ്ട്, കുമാരാ ഉണ്ട്. പറഞ്ഞോളൂ. കുമാരനാശാനോട് ഈ കവിത പിൻവലിക്കണം എന്ന് മുസ്ലിം സംഘടനകൾ കുമാരനാശാനോട് ആവശ്യപ്പെട്ടു. പ്രമേയത്തിലൂടെ നേരിട്ട് കണ്ട് കുമാരനാശാൻ പറഞ്ഞു, എന്റെ ഉത്തമമായ ബോധ്യത്തിലാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്, ആ വരി ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ബാക്കി? അതിന്റെ ബാക്കി വിട്ടുപോയൊന്ന് ഭവതിക്കൊന്നോർത്താലോ ഒട്ടരിയധികം പേർ അവരിൽ മുമ്പേ ഹന്തനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായും ഇരുന്നവരത്രേ. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു പൊറുതി ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനെ കുമാരനാശൻ തന്നെ അതിൽ പറഞ്ഞത് കുമാരനാശന്റെ അഭിപ്രായമല്ല, ഭവതിയുടെ ആരോപണം എടുത്തു പറഞ്ഞതാണ്, കുമാരനാശൻ പറഞ്ഞതല്ല. വിട്ടുപോയൊന്ന് ഭവതിക്കൊന്നോർത്താലേ എന്ന് പറഞ്ഞ് ഭവതിയെ തിരുത്തുകയാണ് കുമാരനാശൻ. എന്നിട്ട് അദ്ദേഹം അതിന് മറുപടി പറയുക അല്ല, ആ നളിനി പറഞ്ഞതാണല്ലോ. നളിനി പറഞ്ഞതാണെന്ന് കുമാരനാശൻ പറഞ്ഞല്ലോ. കുമാരനാശാന്റെ കവിതകൾ കോട്ട് ചെയ്ത കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കോട്ട് ചെയ്യേണ്ടതായിരുന്നു. 7.5 അടി ദൂരെ നിൽക്കേണ്ട 7 ചെറുമൻ പോയി തൊപ്പി വെച്ചാൽ അവന് തുല്യത കിട്ടുമെന്ന് കുമാരനാശാൻ എഴുതേണ്ടി വന്നൊരു സാഹചര്യം. കുമാരനാശാന്റെ അനുയായികളായ തീയന്മാർ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പുസ്തകം എഴുതേണ്ടി വന്നൊരു സാഹചര്യം. അതേപോലെ സഹോദരയ്യപ്പനെ പോലുള്ള ആൾക്കാർ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ജാതി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഭീകരമായ ഭീകരവാദം ജാതി വ്യവസ്ഥയിലാണ്.